കഴിഞ്ഞ ആഴ്ചകളായി ഒരുപാട് വെബ് സീരീസ് റിലീസ് ആയിട്ടുണ്ട്. എല്ലാം തന്നെ മികച്ച അഭിപ്രായമാണ് നേടുന്നത്. ഇപ്പം തമിഴിൽ നിന്നുള്ള സുഴൽ ദ ഓട്ടക് സീസൺ 2, മലയാളത്തിൽ നിന്നുള്ള ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, ഹിന്ദിയിൽ നിന്നുള്ള ഡബ്ബ കട്ടൽ എന്നിങ്ങനെയായിരുന്നു വെബ് സീരീസ് എന്ന് പറയുന്നത്. ഓൾറെഡി ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, സുഴൽ ദ ഓട്ടക് സീസൺ 2 എന്നിവയുടെ റിവ്യൂ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ അതൊന്ന് കാണുക. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡബ്ബ കട്ടൽ എന്ന് പറഞ്ഞ വെബ് സീരീസിന്റെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത്. ഡബ്ബ കാട്ടൻ ആ ഒരു പേര് കേട്ടപ്പോൾ ഒരു കൗതുകവും, പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ കുറച്ചുകൂടെ ഒരു ആകാംക്ഷയായി. അങ്ങനെയാണ് ഈ ഒരു വെബ് സീരീസ് കാണാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഈ ഒരു ഡബ്ബ കാട്ടൽ എന്ന് പറഞ്ഞ വെബ് സീരീസിലേക്ക് വരികയാണെങ്കിൽ, തുടക്കം കാണിക്കുന്ന പഞ്ചാബിലെ അമൃത്സറിലാണ്. അമൃത്സറിൽ വെച്ച് വരുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ നൈറ്റിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ്. പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ആക്സിഡന്റ് സംഭവിക്കുന്നു, ഭാര്യ കൊല്ലപ്പെടുന്നു. എന്നാൽ ആ ഒരു മരണം ഒരു സ്വാഭാവിക മരണമല്ല. നേരെ മറിച്ച് അതിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. എന്നാൽ ആ ഡ്രഗിന് കാരണം ഒരു ടാബ്ലറ്റ് ആണെന്ന് അറിയുന്നു. അങ്ങനെ ഒരു കുറെ സംഭവ വികാസങ്ങൾ ഉൾത്തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കേസ് അന്വേഷിക്കാൻ രണ്ട് വ്യക്തികളെ ചുമതലപ്പെടുത്തുന്നു. ശരിക്കും ഒരു വ്യക്തിയാണ് ചുമതലപ്പെടുത്തുന്നത്. ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോയുടെ ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് സഹായിയായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടെ വരുന്നു. അവര് കേസ് അന്വേഷിക്കുന്നു. എന്നാൽ അതേ ടൈമിൽ തന്നെ, അതേ രീതിയിൽ തന്നെ, ആ സമയത്ത് തന്നെ ഒരു ടിഫിൻ സെന്റർ നടത്തുന്ന രണ്ട് വ്യക്തികളുണ്ട്. ആ രണ്ടും സ്ത്രീകളാണ്. അപ്പം രാജി ആണ് ആ ഒരു കഥാപാത്രം. രാജി ടിഫിൻ സെന്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും ടിഫിൻ സെന്റർ നടക്കുകയാണ്. അങ്ങനെയൊക്കെ രാജിയെ സഹായിക്കുന്ന കഥാപാത്രമാണ് നിമിഷ സജയൻ എന്ന കഥാപാത്രം എന്ന് പറയുന്നത്, മാല എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പം മാലയുടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, സന്തോഷ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സന്തോഷ് മാലയുടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇവരെ കൊണ്ട് കഞ്ചാവ് വിൽപ്പിക്കുകയാണ്. അങ്ങനെ ആ കഞ്ചാവ് മാറിയത് MDMA ആവുകയാണ്. അപ്പോൾ അത് മുന്നോട്ട് പോവുകയും തുടർന്ന് അങ്ങോട്ട് ഇവർ രണ്ടുപേരെന്നുള്ളത് ഒരു 3 പേരും കൂടി വരികയാണ്. അതായത് ജ്യോതികയുടെ ക്യാരക്ടർ, ശബാന ആസ്മിയുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ അഞ്ജലി ആനന്ദിന്റെ ക്യാരക്ടർ, അങ്ങനെ ഒരു 5 അംഗ ഒരു വ്യക്തികളാണ്, 5 അംഗ സ്ത്രീകളടങ്ങുന്ന ഒരു കാട്ടൽ പോലെ ഫോം ചെയ്യണം. അപ്പൊ ഇവര് ഇത് MDMA ടിഫിൻ സെന്റർ വഴിയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഡബ്ബ കാട്ടൽ എന്ന് പറഞ്ഞ സീരീസ് പറയുന്നത്. അതായത് ഒരു സൈഡിൽ നമുക്കൊരു കേസ് അന്വേഷണം നടക്കുന്നുണ്ട്, മറ്റേ സൈഡിൽ ഇവർ MDMA ഡ്രഗ്സും വിൽക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒരേ പോയിന്റിൽ വന്ന് ചേരുന്നു, തുറന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് സീസൺ 1 പറയുന്നത്. അതെ, ഇതിനൊരു സീസൺ 2 കൂടി വരാൻ പോകുന്നുണ്ട്. ഇതിപ്പം പറയുന്ന ഡബ്ബ കട്ടൽ എന്ന് പറഞ്ഞ സീസൺ 1 കാര്യമാണ്. നമ്മൾ ഈ ഒരു കഥയിലേക്ക് വരുവാണെങ്കിൽ, മനോഹരമായ രീതിയിലാണ് ഡബ്ബ കട്ടൽ എന്ന് പറയുന്നത് ഈ ഒരു സീരീസിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് തുടക്കം കാണുമ്പോൾ നമുക്കൊരു ഒരു പതുക്കെ താളത്തിൽ പോകുന്ന പോലെ തോന്നും. പക്ഷേ ഒരു 3-ാമത്തെ എപ്പിസോഡ് തൊട്ട് ഇതിന്റെ ഒരു ആകാംക്ഷ കൂട്ടും. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൂട്ടുന്നുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും ഗംഭീര പ്രകടനമാണ്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു 5 സ്ത്രീകൾ എന്ന് പറഞ്ഞു. അത് ശബാന ആസ്മി, ജ്യോതിക, നിമിഷ സജയൻ, ശാലിനി പാണ്ഡെ, അഞ്ജലി ആനന്ദ് എന്നിവരാണ്. അതുപോലെ തന്നെ 2 ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞു. ഗജരാജ് റാവു ആണ് ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെ സഹായിക്കുന്ന കഥാപാത്രമാണ് സായി തംഹാൻകറിന്റെ. ഇവരെല്ലാം ഗംഭീര പ്രകടനമാണ്. അതായത് ഇത് ഒരു കൂട്ടം വലിയ കഥാപാത്രങ്ങളുണ്ട്. ഈ ഇതിലായിട്ട് വരുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ ഗംഭീര പ്രകടനമാണ്, എടുത്തു പറയേണ്ടത്. പക്ഷെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോമ്പ്, അതായത് പോലീസ് ഉദ്യോഗസ്ഥന്റെ കോമ്പ്, അതായത് ഗജരാജ് റാവുവിന്റെ സായി തംഹാൻകറിന്റെ ആ ഒരു കോമ്പ് ഉണ്ട്. അവർക്കിടയുള്ള ഹാസ്യവും എല്ലാം ഗംഭീരമായിട്ട് ഗംഭീരമായിട്ടാണ് ഈ ഒരു പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും എടുത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനൊന്നെല്ലാവരും മെച്ചമാണ്. എസ്പെഷ്യലി ആ ഒരു ലാസ്റ്റ് എപ്പിസോഡ് കൊണ്ടുപോയി നിർത്തിയേക്കുന്ന രീതി ഗംഭീരമായിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ഒരു സീസൺ 2 എത്തണമെങ്കിൽ ഒരു കാരണം ഉണ്ടല്ലോ. അത് മനോഹരമായിട്ടാണ് സീസൺ 1 ലാസ്റ്റ് എപ്പിസോഡിൽ എത്തിയത്. അതായത് സീസൺ 2 കാണണം എന്നുള്ള ഒരു ആകാംക്ഷ നിർത്തിയിട്ടുണ്ട്. ഡബ്ബ കട്ടലിലെ ആദ്യത്തെ സീസൺ എഴുതിയിരിക്കുന്നത് വിഷ്ണു മേനോൻ, ഭാവന എന്നിവർ ചേർന്നാണ്. അതായത് അവരുടെ കഥ ഗംഭീരമാണ്. അത് അങ്ങനെ ഒരു കഥ സൃഷ്ടിച്ചതിന് അവർക്കൊരു പ്രത്യേകം കൈഡി കൊടുക്കണം. അങ്ങനെ ഈ ഒരു കഥയെ മനോഹരമായി അവതരിപ്പിച്ചത് ഇതിന്റെ സംവിധായകൻ ഹിതേഷ് ഭട്ടിയാണ്. അദ്ദേഹവും ഒരു പ്രത്യേക കൈഡി അർഹിക്കുന്നു. ആ ഒരു അവതരണ രീതിയും ആ ഒരു കഥയും മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ എല്ലാ പെർഫോമൻസുകൾ ചെയ്തപ്പോൾ ഡബ്ബ കാട്ടൽ എന്ന് പറഞ്ഞ സീരീസ് ഒരു ഡബ്ബയല്ല, നേരെ മറിച്ച് വലിയൊരു പെട്ടിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഡബ്ബ കാട്ടൽ എന്ന് പറയുന്ന സീരീസിന്റെ സീസൺ 1 ടോട്ടലി മൊത്തം 7 എപ്പിസോഡുകളുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് ഇത് സ്ട്രീം ചെയ്യുന്നത്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഡബ്ബ കട്ടൽ എന്ന് പറഞ്ഞ സീരീസ് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.